ഇത്രയും നിലവാരമില്ലാത്ത ഒരു പുവർ ക്വാളിറ്റി വർക്ക് ചെയ്യാനായിരുന്നെങ്കിൽ നിന്നെയൊന്നും ഈ പണിയേൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഓഫീസ് ബോയോ സ്വീപ്പർ ബോയോ ഏൽപ്പിച്ചാൽ പോരെ. നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. നീ ഇത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയ ഒരാളെ വർക്ക് ഏൽപ്പിച്ചേനെ. ഇതിപ്പോൾ അവസാന നിമിഷം എന്ത് ചെയ്തിട്ടാണെങ്കിലും നീ ഉച്ചയ്ക്ക് മുമ്പ് ആ വർക്ക് സബ്മിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സാം, ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലേറ്റ് നൈറ്റ് ഇരുന്ന് എന്റെ കഴിവിന്റെ പരമാവധി എഫേർട്ട് ഇട്ടാണ് ഞാൻ ഇത്രയെങ്കിലും കംപ്ലീറ്റ് ചെയ്തത്. നിന്റെ എഫേർട്ട് അത് ഈ വർക്കിൽ കാണാനുണ്ടല്ലോ. വർക്ക് കംപ്ലീറ്റ് ആയെന്ന് മാത്രമാ സാം ചെക്ക് ചെയ്തത്. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. എന്റെ എഫേർട്ട് എത്രയുണ്ടെന്ന് സാമിന് മനസ്സിലാകും. ഇനി അതല്ല, ഇതൊരു പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത സീനാണെങ്കിൽ ചെയ്തത് ശരിയാണോ എന്ന് സാം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കണം. നിർത്തടാ. എന്താടാ നിനക്കത്ര ചിരിക്കാൻ? നിന്റെ ഈ ചിരി കാണുമ്പോഴെനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അപ്പാടെ എതിർക്കുകയും ചെയ്യും, എന്നിട്ടൊരു വാട്ട ചിരിയും ചിരിക്കും. എൻ്റെ സാമേ, ഞാൻ പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യാനാ നിന്റെ ഓരോ കോമാളിത്തരങ്ങൾ കാണുമ്പോൾ? എടാ, നിന്റെ ഏറ്റവും വിശ്വസ്തനായ എന്നോട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ, അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുകൊണ്ട്. ആ പയ്യന്റെ കാര്യം പറയാനുണ്ടോ? അവൻ പറഞ്ഞാൽ ഒരു തെറ്റുമില്ലെന്ന് എൻ്റെ അഭിപ്രായം. നീ കുറച്ച് ഒതുങ്ങുന്നത് നല്ലതാ. ഇന്നലെ കുറിച്ച് അവൻ ഇത്ര സീനിയറായ എന്നോട് അവന്റെ വർക്ക് കണ്ടേച്ചാലും മതി. എടാ, അതിനെന്താടോ ഒരു കുഴപ്പം? ആ വർക്ക് കംപ്ലീറ്റ് അല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന് വേണ്ട ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നിനക്കത് ആരുടെ മുന്നിലും നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ പ്രസന്റ് ചെയ്യാനുള്ള വകയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നിന്റെ പിടിവാശി മാത്രമാ സാമി. നീ അത് മനസ്സിലാക്കാത്ത. ആംഗ്രി ബേർഡ്. എന്താ? നീ ആംഗ്രി ബേർഡിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു കൂട്ടം പക്ഷികളുടെ മുട്ട കുറെ പന്നിക്കുട്ടന്മാരെടുത്തുകൊണ്ട് പോകും. പിന്നെ അവരത് വളരെ രസകരമായ രീതിയിൽ റിവെഞ്ച് എടുക്കുകയും ഒക്കെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നൊരു കഥയാണ്. ഒരു രീതിയിൽ നീ ഇപ്പോൾ ഒരു ആംഗ്രി ബേർഡാണ്. നിന്റെ ചിന്തിക്കാനുള്ള ശേഷിയും സമയവും അങ്ങനെ വിലപ്പെട്ടതെല്ലാം ഏതോ പന്നിക്കുട്ടന്മാരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണമെന്നറിയാതെ കാണുന്നവരോടൊക്കെ ചൂടായി നടക്കുന്നു. സത്യം പറഞ്ഞ ആ പയ്യനോട് ചെയ്തു ഇതിനൊരു ഉദാഹരണം തന്നെയല്ലേ. നീ എന്നോട് റിവെഞ്ച് എടുക്കുകയാണോ? ഞാൻ നിന്നോട് റിവെഞ്ച് എടുക്കുന്നു. ഒരു രീതിയിൽ നീ നിന്നോട് തന്നെ റിവെഞ്ച് എടുക്കുന്നത്. നിന്റെ ജീവിതത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ ആസ്വദിക്കുന്നത് കാണുമ്പോൾ അവരോട് ചൂടാകുകയും അവരോട് ചെറിയ ചെറിയ റിവെഞ്ചും എടുത്ത് നീ സ്വയം നിന്നോട് തന്നെ റിവെഞ്ച് എടുക്കുന്നത്. നീ പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. അല്ലേലും നീ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറല്ലേ ഉള്ളൂ. നിന്റെ കുറ്റപ്പെടുത്തൽ കാരണം സത്യം പറഞ്ഞ ഇപ്പം നീ നകം നീക്കാൻ എനിക്ക് തോന്നുന്നത്. എന്നിൽ നിന്നുള്ള അകൽച്ച അത് നിന്റെ മരണം തന്നെയാണ്. നീ അല്ലാതാകുന്ന അവസ്ഥയാണ്. സ്വന്തമായിട്ട് ചിന്തിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യ്. നിക്ക്. നീ വർക്ക് റീസബ്മിറ്റ് ചെയ്യാനോ നിൽക്കണ്ട. ഉള്ളത് തന്നെ സബ്മിറ്റ് ചെയ്തു. ബാക്കി ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ലേറ്റ് നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുമെന്നല്ലേ പറ. ഇന്ന് നേരത്തെ വെക്കൂ. താങ്ക്സ് ഫോർ ദി എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്. ഇത് ഞാൻ ഫ്യൂച്ചറിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഷുവർ. Then happy weekend. Same to you. Okay. Bye. Bye. മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ.